നമസ്കാരം. ഇന്നലെ നിയമസഭയിൽ രസകരമായ ചില നാടകങ്ങളാണ് അരങ്ങേറിയത്, അല്ലെങ്കിൽ ചില സംഭവങ്ങളാണ് അരങ്ങേറിയത്. ഒന്നാം പിണറായി വിജയൻ സർക്കാരും രണ്ടാം പിണറായി വിജയൻ സർക്കാരും അധികാരത്തിലിരുന്നപ്പോൾ 10 വർഷം കൊണ്ട് പിണറായി വിജയൻ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ച പദ്ധതികളെക്കുറിച്ചുള്ള ഒരു എത്തിനോട്ടം തന്നെയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സഭയിൽ നടത്തിയത്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന കാലത്ത് PM ശ്രീ പദ്ധതിയിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ശിവൻകുട്ടിയും ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. പാർട്ടിയിലോ മുന്നണിയിലോ മന്ത്രിസഭയിലോ ആലോചിക്കാതെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശിവൻകുട്ടിയും ചേർന്നാണ് അന്ന് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. അന്ന് CPM-ൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രധാന ഘടകകക്ഷിയായ CPI എന്ന സംഘടനയോട് ആലോചിക്കാതെയോ അല്ലെങ്കിൽ CPI-നെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് രാത്രിക്ക് രാത്രി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പോയി വിദ്യാഭ്യാസ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട ഈ PM ശ്രീ പദ്ധതി പിണറായി വിജയനും ശിവൻകുട്ടിയും ഒപ്പിട്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് CPI-യുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് ഈ പദ്ധതി തൽക്കാലം മരവിപ്പിക്കുന്നതായി കാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പിണറായി വിജയൻ കത്തെഴുതി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്നാൽ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി.ഡി. സതീശൻ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുന്നു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുന്നു. തുടർന്ന് വിദ്യാഭ്യാസ നയ രൂപീകരണത്തിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതിനിടയിൽ കേരളത്തിലെ സ്കൂളുകളിൽ, തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള കഴിഞ്ഞ സർക്കാരിൻ്റെ നയം അതേപടി തുടരുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി വി.ഡി. സതീശൻ മുന്നോട്ട് പോകുന്നു. ഈ സമയത്താണ് കേരളത്തിലെ സ്കൂളുകളെ കാവ്യവൽക്കരിക്കാൻ സമ്മതിക്കില്ല, സംഘപരിവാറിൻ്റെ അജണ്ട കേരളത്തിലെ സ്കൂളുകളിൽ അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, വി.ഡി. സതീശൻ മോദിയും സംഘപരിവാറും ചേർന്ന് നടത്തുന്ന ഇത്തരം ഗൂഢനീക്കങ്ങൾ ഞങ്ങൾ പൊളിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെരുവിലും നിയമസഭയ്ക്കകത്തും ഇടതുപക്ഷ പ്രസ്ഥാനക്കാർ വി.ഡി. സതീശനെതിരെ തിരിഞ്ഞത്. എന്നാൽ ആരാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത്, ആദ്യം ഒപ്പുവെച്ചത് ആരാണ്, എന്തിനു വേണ്ടിയാണ് ഒപ്പുവെച്ചത് എന്നുള്ള നിയമസഭയിൽ വി.ഡി. സതീശൻ്റെ ചോദ്യത്തിന് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഒപ്പുവെച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അത് പിന്നീട് മരവിപ്പിച്ചിട്ടുണ്ടായിരുന്നു മുന്നണിയിലെ വിയോജിപ്പിന് ശേഷം, കടുത്ത എതിർപ്പിന് ശേഷം. എന്നാൽ നിങ്ങൾ ഒപ്പുവെച്ചത് ഇത് വേണ്ട എന്ന് വയ്ക്കുന്നതിന് വേണ്ടിയാണോ അല്ലെങ്കിൽ മരവിപ്പിക്കുന്നതിന് വേണ്ടിയാണോ? എന്നിട്ട് മരവിപ്പിച്ചിട്ട് ആ പദ്ധതി മരവിപ്പിച്ചതായി അല്ലെങ്കിൽ ഉപേക്ഷിച്ചതായി കേന്ദ്രത്തിന് നിങ്ങൾ കത്തെഴുതി അറിയിച്ചോ? ഇനിയിപ്പോൾ നിങ്ങൾ കേന്ദ്രത്തിന് കത്തെഴുതി അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ ഒപ്പുവെച്ച പദ്ധതി ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി രൂപം കൊടുത്തിരിക്കുന്ന PM ശ്രീ പദ്ധതിയുടെ പ്രത്യേകത. അതുകൊണ്ട് ഒരു സർക്കാർ ആദ്യം ഈ പദ്ധതി നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് കാണിച്ചുകൊണ്ട് ആ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ പദ്ധതി മരവിപ്പിക്കുവാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറുവാനോ വേണ്ട എന്ന് വയ്ക്കുവാനോ സർക്കാരിനാവില്ല എന്നുള്ള വാസ്തവം നിങ്ങൾ എന്തിനാണ് മറച്ചു വയ്ക്കുന്നത് എന്ന് പിണറായി വിജയൻ്റെ കരണമടിച്ചു പോയിക്കുന്ന തരത്തിൽ, അഥവാ മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ മുണ്ടു പറിച്ചടിക്കുന്ന രീതിയിൽ പിണറായി വിജയനെ സതീശൻ മുണ്ടു പറിച്ചടിക്കുന്ന രീതി തന്നെയാണ് കണ്ടത്. പിണറായി വിജയനെ മിണ്ടാട്ടം മുട്ടി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അക്ഷരാർത്ഥത്തിൽ തുണിയുരിഞ്ഞ് പിണറായി വിജയൻ നാണം കെട്ട് നാറി നിൽക്കുന്ന കാഴ്ചയായിരുന്നു നിയമസഭയിൽ അരങ്ങേറിയത്. ഇതുപോലെ തന്നെയായിരുന്നു UDF സർക്കാരിൻ്റെ മദ്യനികുതിയെക്കുറിച്ചുള്ള ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ ബജറ്റിന്മേലുള്ള ചർച്ചയിന്മേലാണ് ഇത്തരം കോലാഹലങ്ങളെല്ലാം നിയമസഭയിൽ അരങ്ങേറിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് 20% വരെ നികുതി ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ബജറ്റിലെ ധനമന്ത്രി കൂടിയായ വി.ഡി. സതീശൻ്റെ പ്രസംഗത്തിന്മേൽ നടക്കുന്ന ബജറ്റ് ചർച്ചയിന്മേലാണ് പിണറായി വിജയൻ വീണ്ടും ആഞ്ഞടിച്ചത്. വീര്യം കുറഞ്ഞ മദ്യം വിളമ്പുന്നതിന് വേണ്ടി നിങ്ങൾ ആ കമ്പനിയിൽ നിന്നും കൈക്കൂലി വാങ്ങിയിട്ടാണോ, അതായത് കർണാടകയിലെ ബക്കാഡിയൻ കമ്പനിയിൽ നിന്ന് കൈക്കൂലി മേടിച്ചിട്ടാണോ, കോഴ മേടിച്ചിട്ടാണോ 20% നികുതി കുറിച്ച് അത് കേരളത്തിൽ വിൽക്കാൻ വേണ്ടി ആലോചിക്കുന്നത് എന്നുള്ള ചോദ്യത്തിനും വി.ഡി. സതീശൻ കൃത്യമായി തന്നെ മുണ്ടുപറിച്ചടിക്കുന്ന രീതി തന്നെയാണ് പിണറായി വിജയനെതിരെ നടത്തിയത്. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യത്തെ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദൻ്റെ കാലത്താണ് ബക്കാഡിയുമായി, കർണാടകയിലെ ബക്കാഡി എന്ന കമ്പനിയുമായി സംസാരിക്കുന്നത്, നികുതി ഇളവിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുന്നതും വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചനയുമായി മുന്നോട്ട് പോകുന്നത്. അത് വി.ഡി. സതീശനല്ല. എന്നാൽ വി.ഡി. സതീശൻ വീര്യം കുറഞ്ഞ മദ്യം വി.ഡി. സതീശൻ സർക്കാർ UDF സർക്കാർ കേരളത്തിൽ കൊടുക്കും എന്നെവിടെയും പറഞ്ഞിട്ടില്ല.
വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിളമ്പാൻ സാധിക്കുകയാണെങ്കിൽ, വിതരണം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതിൻ്റെ 20% നികുതി കുറയ്ക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ മദ്യനയം രൂപീകരിക്കുന്നത് UDF സർക്കാരാണ്. മുന്നണിയിൽ ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കൂ. അതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. അപ്പോൾ ആ രാഷ്ട്രീയ തീരുമാനം, അതായത് ആ തീരുമാനം നടപ്പാക്കുന്നതിന് മുമ്പായിക്കൊണ്ട് മുന്നണിയിൽ ഇത് ആലോചിക്കും. മുന്നണിയിൽ ആലോചിച്ചതിന് ശേഷം മന്ത്രിസഭാ യോഗത്തിലും ആലോചനയുണ്ടാകും. അവിടെ ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിതരണം ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനം മുന്നണി കൈക്കൊള്ളുകയാണെങ്കിൽ തീർച്ചയായും വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി 20% ഇളവ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിതരണം ചെയ്യേണ്ടതില്ല എന്നാണ് UDF മുന്നണിയുടെ തീരുമാനമെങ്കിൽ, മന്ത്രിസഭയുടെ തീരുമാനം അതാണെങ്കിൽ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിതരണം ചെയ്യില്ല, വിളമ്പില്ല. ആ ചർച്ച അതോടുകൂടി അവിടെ അവസാനിച്ചു. എന്നാൽ 20% നികുതി ഇളവിനെ കുറിച്ച് പിന്നെ ഒച്ചപ്പാടുണ്ടാക്കി അതിനെ പിടിച്ച് മുന്നോട്ട് കയറേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് VD സതീശൻ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് വീര്യം കുറഞ്ഞ മദ്യം വിളമ്പുന്നതിന് ആവശ്യമായ രീതിയിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും വിദേശ മദ്യത്തിന് ഇളവ് നൽകിയതുമായി ബന്ധപ്പെട്ട രേഖകൾ സഹിതമാണ് VD സതീശൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജോണി വാക്കർ എന്ന മദ്യ കമ്പനിയുടെ കയ്യിൽ നിന്നും ഷീവാസ് ലീഗൽ എന്ന കമ്പനിയുടെ കയ്യിൽ നിന്നും കോഴ മേടിച്ചിട്ടുകൊണ്ടാണോ അന്ന് നികുതി ഇളവ് പ്രഖ്യാപിച്ചത്? പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ നിങ്ങൾക്ക് ആ മദ്യനയം കേരളത്തിൽ നടപ്പാക്കാൻ പറ്റിയില്ല, ആ മദ്യം വിളമ്പിയില്ല എന്ന് മാത്രമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് ചെയ്യുമായിരുന്നു. എന്നാൽ ഇവിടെ സർക്കാരിൻ്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണക്കാണ് നിയമസഭയിൽ ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. ഈ മദ്യം വിളമ്പണോ വേണ്ടയോ എന്നുള്ളത് സർക്കാർ UDF മുന്നണിയിൽ തീരുമാനിക്കും. വേണ്ട എന്ന് തീരുമാനമെടുത്താൽ അത് വിളമ്പില്ല. പിന്നെ എന്തിനാണ് ഇത്തരം പുകിലുകളെന്ന് ചോദിച്ചുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ സർക്കാർ കൊണ്ടുവന്ന 2 നയങ്ങളും, ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന 2 നയങ്ങളും വലതുപക്ഷ സർക്കാർ, അതായത് UDF സർക്കാർ പിന്തുടരുന്നതുമായി ബന്ധപ്പെട്ട് ആക്ഷേപം ചൊരിഞ്ഞ പിണറായി വിജയനെ അക്ഷരാർത്ഥത്തിൽ അടിച്ചിരുന്ന കാഴ്ചയാണ് കണ്ടത്. VD സതീശൻ മോഹൻലാലിൻ്റെ സിനിമയിൽ ഉടുമുണ്ടു പറിച്ചടിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് പോലെയാണ് പിണറായി വിജയനെയും CPMൻ്റെ MLA-മാരെയും എല്ലാം നടുത്തളത്തിൽ അടിച്ചിരുത്തുന്ന കാഴ്ച നാം കണ്ടത്. എന്തായാലും PM ശ്രീ പദ്ധതിയും അതുപോലെ തന്നെ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവും ഇത്തരം കാര്യങ്ങളെല്ലാം മുന്നണിയിൽ കൃത്യമായി ആലോചിക്കും. എന്താണ് അക്കാര്യത്തിൽ തീരുമാനിക്കുക, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള തീരുമാനമെടുക്കാൻ പറ്റും, സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിഘാതമായി ഒരു തീരുമാനവും ഉണ്ടാകില്ല എന്ന് VD സതീശൻ ഉറപ്പ് നൽകുകയും ചെയ്തു.